ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേടിഎം ക്യാഷും കൂടാതെ ഫ്രീ ഫയറിലോട്ട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ്റെ എങ്ങനെ വർക്ക് ചെയ്യാമെന്നൊക്കെ. അതായത് നമുക്ക് ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നമ്മളിങ്ങനെ റിവ്യൂ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ 2-3 ദിവസമൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, നല്ല നല്ല ആപ്ലിക്കേഷൻ ഇറങ്ങുന്നില്ല. കൂടാതെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പോളിസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിരിക്കുക. എങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസും അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ജിമ്മും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ്. പക്ഷേ നിങ്ങൾ പേരും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറും റെഫർ കോഡും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പേടിഎം നമ്പറോ ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് റെഡീം ഓപ്ഷൻ്റെ ഭാഗത്ത് നമ്മുടെ പേടിഎം നമ്പർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഫർ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ മെയിൻ പേജ് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ജിം വർക്കൗട്ട് എന്നാണ്. പക്ഷേ യാതൊരു ബന്ധമില്ലാത്തൊരു പേരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുണ്ടാവും. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയുണ്ടായിരിക്കും. അതായത് അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ബാനർ വന്നിരിക്കണം. ആ ബാനറിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആഡ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ബട്ടൺ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഗ്രേ കളറാണ്. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കളറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വാലറ്റ് സെക്ഷൻ കിടക്കുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് ഒരു വട്ടം ചെയ്തപ്പോൾ 25 കോയിന്, രണ്ടാമത്തെ വട്ടം ചെയ്തപ്പോൾ 25 കോയിൻ. അപ്പോൾ മൊത്തം 50 കോയിൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിരവധി ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും പ്ലീസ് വെയിറ്റ് എന്നാണ് കാണുന്നത്. ഇപ്പോൾ ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വീണ്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചില സമയങ്ങൾ ഇങ്ങനെ ഈ ആഡ് വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 80 കോയിൻ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലറ്റ് ഒന്നുകൂടി എടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ടോട്ടൽ 75 കോയിനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് എൻ്റെ റെഡീം ഓപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എടുത്ത ആഡ് തന്നെ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ആഡും കാര്യങ്ങളും വന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ബാക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിലത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റമ്മിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ സൈറ്റ് വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. വേറൊരു ബാനർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലിട്ടൊരു ആപ്പ് കിട്ടുന്ന വരെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇൻസ്റ്റാൾ ആപ്പ് ബൈ ക്ലിക്കിംഗ് ബാനർ ആഡ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒരു 8 MB വരുന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നെറ്റും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് അറിയില്ല, എന്ന് നല്ല സ്പീഡ് തന്നെ ഉണ്ടായിരുന്നു നെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇൻസ്റ്റാൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാലറ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 195 കോയിനായത്. അതായത് ഒരു ഇൻസ്റ്റാൾ ടാക്സിന് ഇപ്പോൾ ഏകദേശം 120 കോയിൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് ഇപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ആഡ് ആവുന്നുണ്ട്. കോയിൻ തന്നെ ആഡ് ആവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നല്ല രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ. വേറെ കാര്യങ്ങളൊന്നുമില്ല. റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആവും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിനുശേഷം നമുക്ക് എങ്ങനെ റെഡീം ഓപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൽ മിനിമം റെഡീം എന്ന് പറയുന്നത് 2 രൂപ മാത്രമാണ്. അപ്പോൾ ഇതിൽ പബ്ജിയിലോട്ടും ഫ്രീ ഫയറിലോട്ടൊക്കെ ടോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പേടിഎം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേടിഎം സെലക്ട് ചെയ്തതിന് ശേഷം വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 500 കോയിൻ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രൂപ വെച്ച് വിഡ്രോ ചെയ്യാം. അങ്ങനെ നമുക്ക് 500 തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 500 കോയിൻ ആഡ് ആക്കുക. അതിനുശേഷം നമ്മൾ വിഡ്രോ ചെയ്തെടുക്കുക. പേയ്മെൻറ്റ് ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരിക്കുക. പിന്നെ ഫ്രീ ഫയറിലോട്ടാണെങ്കിൽ ഏകദേശം കോയിനും കാര്യങ്ങളൊക്കെ വേണം. അതായത് 12,000 കോയിൻ ഉണ്ടെങ്കിൽ 50 ഡയമണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം പേടിഎം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. മിനി KYC മതി.
അപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഡൗൺലോഡ് ലിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ ആരും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ കോയിൻ ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആഡ് ടു വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാലറ്റിലോട്ട് വീണ്ടും ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾക്കിങ്ങനെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും റിവ്യൂ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.